ടൂറിസം മേഖലയുടെ അനന്ത സാധ്യതകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുമെന്ന് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ്. മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ ഭാരവാഹികളുമായുള്ള കൂടിക്കാഴ്ചയിലാണ് മന്ത്രി ഇക്കാര്യം ഉറപ്പു നൽകിയത്. യാത്രാ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തണമെന്ന് MDC മന്ത്രിയോടും അഭ്യർത്ഥിച്ചു. കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് ശാശ്വത കണക്ടിവിറ്റി മെച്ചപ്പെടുത്തണമെന്നതുൾപ്പെടെയുള്ള മലബാറിന്റെ ആവശ്യങ്ങൾ മുൻഗണനാക്രമത്തിൽ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ നിവേദനം മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രസിഡന്റ് ഷവലിയാർ C. ചാക്കുണ്ണി ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസിന് സമർപ്പിച്ചു. കേരളത്തിന്റെ ടൂറിസം മേഖലയിലെ അനന്ത സാധ്യതകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുമെന്നും കാലാവസ്ഥാ വ്യതിയാനം മൂലവും മറ്റും കേടുപാട് സംഭവിച്ച റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും നിവേദനം സ്വീകരിച്ചുകൊണ്ട് മന്ത്രി അറിയിച്ചു. ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം വന്നതോടെ സർക്കാർ അതിഥി മന്ദിരങ്ങൾ മിതമായ നിരക്കിൽ പൊതുജനങ്ങൾക്കും ലഭ്യമാക്കിയിരിക്കുകയാണെന്നും എല്ലാവരുടെയും സഹകരണത്തോടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ ദേശീയ അന്തർദേശീയ തലത്തിൽ പരിചയപ്പെടുത്തി ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള നിരവധി പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൗസുകൾ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചതോടുകൂടി ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ചുരുങ്ങിയ ചെലവിൽ മുറി ലഭിക്കുന്ന സ്ഥിതിയുണ്ടായി. ഇത് കേരളത്തിന്റെ എല്ലാ മേഖലയിലും ഗുണം ചെയ്തതുപോലെ ടൂറിസം മേഖലയിലും ഗുണം ചെയ്തിട്ടുണ്ട്. മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രസിഡന്റ് C. ചാക്കുണ്ണിയുടെ നേതൃത്വത്തിൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, മറ്റ് ഭാരവാഹികളായ മധുജിത്ത് കേലാട്ട്, CC മനോജ് എന്നിവരാണ് മന്ത്രിക്ക് നിവേദനം നൽകിയത്. കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷൻ പുതുക്കി പണിയുന്നതുവരെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഫയർ ആൻഡ് റെസ്ക്യൂ അധികാരികൾ അനുയോജ്യമാണെന്ന് കണ്ടെത്തിയ സരോവരത്തിനടുത്തെ 40 സെന്റ് സ്ഥലം 3 വർഷത്തേക്ക് താൽക്കാലികമായി ഉപയോഗിക്കാനുള്ള സമ്മതപത്രം സ്ഥലം ഉടമയുടെ പ്രതിനിധി കൈമാറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഖാസി ഫൗണ്ടേഷൻ കോഴിക്കോട്ട് നമ്മളൊന്ന് സ്നേഹസംഗമം നടത്തി. ഗാനരചയിതാവ്